അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. കൊളോസ്സർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-14 വചനങ്ങളാണ്. മക്കളെ രക്ഷിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ലോകത്തിൽ നന്മയും തിന്മയും ഉണ്ട്. നന്മ ദൈവത്തിൽ നിന്ന് വരുന്നു, തിന്മ സാത്താനിൽ നിന്ന് വരുന്നു. വളരെ ലളിതമായി പറഞ്ഞാൽ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന പ്രേരക ശക്തിയാണ് സാത്താൻ എന്ന് പറയാം. മനുഷ്യൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും പൂർണ്ണമായും ദൈവത്തിനെതിരാക്കി മാറ്റുകയാണ് ഈ പ്രേരക ശക്തിയുടെ ലക്ഷ്യം. ദൈവത്തിന് എതിരാകുന്നവർ സ്വാഭാവികമായും സ്വന്തം സഹോദരനും സമൂഹത്തിനും തനിക്കു തന്നെയും എതിരാകും. ദൈവത്തിനെതിരെ നിലകൊള്ളാൻ ശ്രമിക്കുകയും മറ്റുള്ളവരെ തിന്മയിലേക്ക് ആനയിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രേരണാശക്തിയുടെ ഉത്ഭവം ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിലാണ് ഇത് പറയുന്നത്. ദൈവത്തെ തന്നെ പരീക്ഷിക്കാൻ യേശു ഉപവസിക്കുന്ന സമയത്ത് നീ ദൈവപുത്രനാണെങ്കിൽ കല്ല് അപ്പമാക്കുക എന്ന് പറയുകയുണ്ടായി. എന്തുകൊണ്ട് കല്ല് അപ്പമാക്കി അവൻ കൊണ്ടുവന്നില്ല? തിന്മയുടെ ശക്തിയുടെ ആശയങ്ങൾ പ്രചരിക്കുന്നവരുടെ പ്രവർത്തനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ലോകത്ത് ദൃശ്യമാണ്. എന്നാൽ സമീപകാലത്ത് ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം ഇത്തരം ശക്തികൾ പുതിയ തന്ത്രങ്ങൾ അവലംബിക്കുന്നു. കൂടുതൽ ആളുകളെ കെണിയിൽപ്പെടുത്താൻ ചിലന്തികളെപ്പോലെ വലയുണ്ടാക്കി ഇരകൾക്കായി കാത്തിരിക്കുന്നു. കടുത്ത ദൈവവിശ്വാസികൾ പോലും അറിഞ്ഞോ അറിയാതെയോ ഇത്തരം കെണിയിൽ വീണുപോകുന്നു. അതീവ ജാഗ്രതയും സൂക്ഷ്മതയും പ്രാർത്ഥനയും ഇല്ലെങ്കിൽ ഇതിൽ വീണുപോകും. ഇതിൽ നിന്നെല്ലാം നമ്മെ മോചിപ്പിച്ചത് യേശുവിൻ്റെ കുരിശുമരണവും രക്തവുമാണ്. ഇതിലാണ് സാത്താൻ പൂർണ്ണമായും പരാജയപ്പെട്ടത്. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും അവിടുന്ന് നിന്നെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ കുട്ടികളുമായി ആത്മീയ ബന്ധം പുലർത്തുകയും ആത്മീയ കാര്യങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും ശത്രുക്കളെ സ്നേഹിക്കുവാനും ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കുവാനും കുട്ടികളെ പഠിപ്പിക്കുക. ഇങ്ങനെ ശ്രദ്ധ പുലർത്തിയാൽ തലമുറകളെ സംരക്ഷിച്ച് നിലനിർത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ഈശോയെ, ഈ കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റിലൂടെയും ലഹരി പദാർത്ഥങ്ങളിലൂടെയും മറ്റ് തിന്മയുടെ ഉറവിടങ്ങളിലൂടെയും കടന്നുവരുന്ന എല്ലാ കെണികളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിർവീര്യമാക്കി പോകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും അവർ ഓരോ ദിവസം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിച്ചു മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അവർക്ക് അതേക്കുറിച്ച് പറയാനുള്ള ഉത്സാഹം ഉണ്ടാകും. സ്നേഹത്തോടുകൂടി ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും നമ്മൾ മാതാപിതാക്കൾ ശ്രമിക്കേണ്ടതാണ്. അവർ നല്ല ഉത്തരം തരുന്നതുമാണ് നമുക്ക്. അവരെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അവരുടെ മുഖ്യ വിഷയം. അത് നമ്മൾ തെളിയിച്ചു കൊടുക്കുകയും വേണം. ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യമുണ്ടാകും. അതിനാൽ അവർ തെറ്റുകളിൽ അകപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കും. സ്നേഹപൂർവ്വമായിരിക്കണം ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. അവർ തീർച്ചയായും നമ്മളോട് സഹകരിക്കുകയും ചെയ്യും. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.